UDF-ന്റെ പ്രതി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ UDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. ഇടതുപക്ഷം വന്നപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഫേസ് ഓപ്പണാക്കി കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ കാലത്ത് കരിമണൽ കർത്താൻ കമ്പനിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലം ഇദ്ദേഹത്തിൻ്റെ നേതാവിൻ്റെ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിട്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ഈ കരിമണൽ കർത്താൻ കമ്പനി. അപ്പോൾ അതുകൊണ്ട് ആ ആരോപണം ഒരു ശരിയായ ആരോപണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം ഇദ്ദേഹം ഇവിടെ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോഴും അഭിമാനത്തോടുകൂടി പറയാം, 20 കോടി രൂപ ഇവിടുത്തെ ചെറുപ്പക്കാർ അവരുടെ ചോര നീരാക്കി അധ്വാനിച്ചാണ് ഞങ്ങൾ ആ പണം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഈ ഇവിടെ അമ്പലപ്പുഴയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോട് പറയാം, 6 ലക്ഷം രൂപ ഇവിടുത്തെ DYFI ഈ അമ്പലപ്പുഴയിലെ DYFI കണ്ടെത്തി കൊടുത്തു. ആ 20 കോടിയിലേക്ക് കൂടിയാണ് പറയുന്നത്. ആ സംഘടനയാണ് ഇവിടുത്തെ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഈ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ വാർക്കപ്പണി ചെയ്തു, പണം കണ്ടെത്തി. ഇവിടെ ഇവർ ലക്കിടിപ്പ് കൂപ്പൺ ഈ നാട്ടിൽ എല്ലാ കടകളും കയറി 100-200 രൂപ ലക്കിടിപ്പ് കൂപ്പണിലൂടെ പണം കണ്ടെത്തി. ഇപ്പോൾ അദ്ദേഹം അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയാണല്ലോ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണല്ലോ, കോൺഗ്രസിന്റെ നേതാവാണല്ലോ. എത്ര രൂപ ഈ അമ്പലപ്പുഴയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തി എന്നൊരു കണക്ക് സംസ്ഥാനത്തെ മൊത്തം കണക്കല്ല, ഈ അമ്പലപ്പുഴയിലെ നിങ്ങൾ എത്ര പൈസ കൊടുത്തു പറഞ്ഞു കൃത്യമായ കണക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇവിടെ ലക്കിടിപ്പ് നടത്തി. ഇവർ 6 ലക്ഷത്തിന്റെ കഥയാ പറഞ്ഞത്. ലക്കിടിപ്പ് നടത്തി 1 ലക്ഷത്തിന് മേലുള്ള തുകയാണ്. 20 കോടി രൂപ പറഞ്ഞു. നിങ്ങൾ 20 കോടിയല്ലേ പറഞ്ഞത്? ഇവിടുന്ന് ഭരണവിലാസം സംഘടന 6 ലക്ഷം രൂപ പറയുമ്പോൾ ഞങ്ങൾ 6 ലക്ഷം 20 കോടി എന്നല്ലേ പറഞ്ഞു? അമ്പലപ്പുഴയിലെ കാര്യം പറഞ്ഞു. അമ്പലപ്പുഴയിൽ നിന്ന് 1 ലക്ഷത്തിന് മേലെ രൂപയാണ് യൂത്ത് കോൺഗ്രസിന്റെ. മറ്റാരുണ്ട് LDF അല്ലാതെ?